ഈ ഒരു മൊബൈൽ ഫോൺ കാണാൻ ചെറുതാണെങ്കിലും ഇതിൻ്റെ ഇമ്പാക്റ്റ് വളരെ വലുതാണ്. നല്ലൊരു ശതമാനം കുട്ടികളും മൊബൈൽ ഫോൺ ഇല്ലാതെ ഭക്ഷണം കഴിക്കുന്നില്ല. സോഷ്യൽ ഇൻട്രാക്ഷൻ്റെ കുറവ് മൂലം കുട്ടികളിൽ ഡെവലപ്മെൻറ്റ് ഡിലേസ്, ലാംഗ്വേജ് ഇഷ്യൂസ്, ഒബേസിറ്റി, മയോപ്പിയ പോലത്തെ മാരകമായ രോഗങ്ങളുടെ ലക്ഷണങ്ങൾ കാണപ്പെടുന്നു. ആളുകൾ റിലീഫിന് വേണ്ടിയാണ് കള്ളും കഞ്ചാവും ഉപയോഗിക്കാറുള്ളത്. അതുപോലെ തന്നെയാണ് രക്ഷിതാക്കൾ കുട്ടികളുടെ ആശ്വാസത്തിന് വേണ്ടി അവരുടെ കയ്യിൽ ഫോൺ കൊടുക്കുന്നു. എന്നാൽ ഇതിലുള്ള ഇമ്പാക്റ്റ് എന്നുള്ളത് കള്ളിലും കഞ്ചാവിലുമുള്ള നെഗറ്റീവ് ഇമ്പാക്റ്റിനേക്കാൾ വളരെ വളരെ വലുതാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, 20 വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിലെ സീൻ. രാത്രി ജോലി കഴിഞ്ഞ് ഉപ്പ വീട്ടിലേക്ക് വരുന്നു, ഭക്ഷണം കഴിക്കാനിരിക്കുന്നു. അവരുടെ കൂടെ ഉമ്മ സംസാരിക്കുന്നു. അതുപോലെ തന്നെ അവരുടെ 15 വയസ്സുള്ള മകൾ നാളേക്കുള്ള ഹോംവർക്ക് ചെയ്യുന്നു. അവരുടെ ചെറിയ മകൻ അവരുടെ അടുത്തിരുന്നു കൊണ്ട് ടോയ്സിൽ കളിക്കുന്നു. എന്നാൽ നേരെ 2026 ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിലെ സീൻ നാം നോക്കുകയാണെങ്കിൽ ഉപ്പ വീട്ടിലിരുന്ന് സോഫയിൽ ന്യൂസ് സ്ക്രോൾ ചെയ്യുന്നു. ഉമ്മ അകത്തിരുന്നു കൊണ്ട് യൂട്യൂബിൽ റിയാലിറ്റി ഷോസ് കാണുന്നു. അവരുടെ 15 വയസ്സുള്ള മകൾ ഇൻസ്റ്റഗ്രാമിൽ റീൽസ് കാണുന്നു. അവരുടെ ചെറിയ മകൻ വീട്ടിനകത്തിരുന്നു കൊണ്ട് ഷോർട്സ് കാണുന്നു. അന്ന് എല്ലാവരും ഫിസിക്കലിയും മെൻ്റലിയും ഒരു സ്ഥലത്തായിരുന്നു. എന്നാൽ ഇന്ന് ഫിസിക്കലി ഒരു സ്ഥലത്താണെങ്കിലും മെൻ്റലി എല്ലാവരും വ്യത്യസ്തമായ ലോകത്താണ്. 2024 ഒക്ടോബറിൽ നഗരപ്രദേശങ്ങളിൽ താമസിക്കുന്ന ഏകദേശം 70,000 പേരൻസിനെ ബേസ് ചെയ്തുകൊണ്ട് നടന്ന പഠനം പറയുന്നത് അവരിൽ 66% പാരൻസിൻ്റെ കുട്ടികളും മൊബൈൽ ഫോണിന് അഡിക്റ്റാണ് എന്നുള്ളതാണ്. അതിൽ 55% കുട്ടികൾ ഫോൺ നൽകാതിരുന്നാൽ പാരൻസിനെ ആക്രമിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. WHO പറയുന്നത് 2 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ സ്ക്രീൻ ടൈം എന്നുള്ളത് 0 ഹവറാണ്. അതായത് 2 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഒരിക്കൽ പോലും ഫോൺ കൊടുക്കാൻ പാടില്ല എന്നാണ്. എന്നാൽ ഒരു ആവറേജ് ഇന്ത്യയിലെ 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾ ഒരു ദിവസം ഫോൺ ഉപയോഗിക്കുന്നത് 2.25 മണിക്കൂറും 2 വയസ്സിന് താഴെയുള്ള കുട്ടികൾ 1.25 മണിക്കൂറുമാണ്. എന്നാൽ പാരൻസ് വിചാരിക്കുന്നത് കുട്ടികൾക്ക് 1 മണിക്കൂർ 2 മണിക്കൂറൊക്കെ ഫോൺ നൽകിയാൽ എന്താണ് സംഭവിക്കുക എന്നാണ്. അങ്ങനെ തന്നെയാണ് 9 വയസ്സുകാരനായ ആറവിൻ്റെ രക്ഷിതാക്കളും വിചാരിച്ചിരുന്നത്. അവർ ജോലി തിരക്കുള്ളവരായിരുന്നു, അവർക്ക് അവനെ നോക്കാൻ സമയമുണ്ടായിരുന്നില്ല. അങ്ങനെ അവൻ ചെറുപ്പത്തിൽ അവനക്ക് അവർ ഫോൺ വാങ്ങിച്ചു കൊടുത്തു. അവൻ അതിൽ കളിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ പതുക്കെ ഫോണില്ലാതെ അവൻ ഭക്ഷണം കഴിക്കൂല എന്ന സ്ഥിതിയിലേക്ക് മാറി. ഇതാണ് ഫോണിൽ അഡിക്റ്റാണ് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ സിംറ്റം. എന്നാൽ രക്ഷിതാക്കൾ ഇതിനെ വളരെ ഗൗരവമായി എടുത്തില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ അവന് കണ്ണുവേദന അനുഭവപ്പെട്ടു. ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ കണ്ണട സജസ്റ്റ് ചെയ്തു. പിന്നെയും കുറച്ച് കഴിഞ്ഞപ്പോൾ അവന് അഗാധമായ തലവേദന അനുഭവപ്പെടാൻ തുടങ്ങി. പിന്നെയും ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു അവനെ സ്ക്രീനിൽ നിന്ന് അകറ്റണം. അങ്ങനെ അവൻ്റെ പാരൻസ് അവനെ സ്ക്രീനിൽ നിന്ന് അകറ്റാൻ ശ്രമിക്കുമ്പോൾ അവൻ രക്ഷിതാക്കളെ ആക്രമിക്കാൻ തുടങ്ങി. അവൻ ഉറക്കനെ അലറാൻ തുടങ്ങി. അവൻ്റെ തല ഭിത്തിയിൽ അടിക്കാൻ തുടങ്ങി. ലൈക്ക് ഡ്രഗ് അഡിക്റ്റേഴ്സ്. ഇത് കേവലം ആറവിൻ്റെ കഥ മാത്രമല്ല, ലോകത്തിൻ്റെ ഒരുപാട് സ്ഥലങ്ങളിൽ നടക്കുന്ന ഒരു കഥയാണിത്. ഇങ്ങനെ നിരന്തരം ഒരു കുട്ടി ഫോണിൽ കളിക്കുന്ന സമയത്ത് ഔട്ട്ഡോർ ഗെയിംസിൽ നിന്നും ഔട്ട്ഡോർ ആക്ടിവിറ്റികളിൽ നിന്നും അവർ അകലുന്നു. അവർക്ക് വേണ്ടത്ര സൂര്യപ്രകാശം ലഭിക്കാതെയാകുന്നു. ഇത് മയോപ്പിയ പോലത്തെ മാരകമായ രോഗം പിടിപെടാൻ കാരണമാകുന്നു. അവരുടെ ദൂരക്കാഴ്ച കുറയുന്നു. ഒരു പഠനം പറയുന്നത് 2050 ആകുമ്പോഴേക്കും ഇന്ത്യയിലെ ഏകദേശം പകുതി കുട്ടികൾക്കും കണ്ണട വേണ്ടി വരും എന്നാണ്. മാത്രമല്ല ഇത് കുട്ടികളുടെ ഉറക്കത്തെയും സാരമായി ബാധിക്കുന്നു. ഒരു പഠനം പറയുന്നത് എത്രത്തോളം ഫോൺ ഉപയോഗിക്കുന്നോ അത്രത്തോളം കുട്ടികളുടെ ഉറക്കം കുറയും എന്നുള്ളതാണ്. ഇതിൻ്റെ കാരണം നമ്മളെ ഉറങ്ങാൻ സഹായിക്കുന്നത് മെലറ്റോണിൻ എന്ന ഹോർമോണാണ്. ഇത് ലൈറ്റുകളെല്ലാം ഓഫാകുന്ന സമയത്താണ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുക. എന്നാൽ ഇലക്ട്രോണിക് ഉപകരണങ്ങളായ മൊബൈൽ ഫോൺ പോലത്തെ ഉപകരണങ്ങളുടെ ലൈറ്റ് ഈ മെലറ്റോണിൻ എന്ന ഹോർമോൺ വേണ്ടത്ര പ്രൊഡ്യൂസ് ചെയ്യപ്പെടാതിരിക്കാൻ കാരണമാകുന്നു. ഇതുമൂലം കുട്ടികളുടെ ഉറക്കം നഷ്ടപ്പെടുകയും സ്കൂളിൽ പോയി ഉറങ്ങാനുള്ള ടെൻഡൻസി ഉണ്ടാക്കുകയും ഇത് അവരുടെ പഠന നിലവാരത്തെ തന്നെ ബാധിക്കുകയും ചെയ്യുന്നു. സ്വാഭാവികമായി കുട്ടികൾ അകത്തിരുന്ന് ഫോണിൽ കളിക്കുമ്പോൾ ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്യാതെയാകുന്നു. ഇത് അവർക്ക് ഒബേസിറ്റി, പൊണ്ണത്തടി ഉണ്ടാവാൻ കാരണമാകുന്നു. അതുപോലെ തന്നെ ഫോൺ കണ്ടുകൊണ്ട് ഭക്ഷണം കഴിക്കുമ്പോൾ വേണ്ടത്ര ചവക്കാത്തത് കൊണ്ട് ഡൈജഷൻ റിലേറ്റഡ് ആയിട്ടുള്ള അസുഖങ്ങൾ വരാനും കാരണമാകുന്നു. അതുപോലെ തന്നെ വായയിൽ കൂടുതൽ സമയം ഭക്ഷണം തങ്ങുമ്പോൾ പല്ലിൽ ക്യാവിറ്റീസ് ഉണ്ടാവുകയും പല്ല് വേഗം കേടുവരാൻ ഇത് കാരണമാവുകയും ചെയ്യുന്നു.
ഇതിനെല്ലാം പുറമെ അമിതമായ ഈ ഫോൺ ഉപയോഗം കുട്ടികളുടെ ബ്രെയിൻ സ്ട്രക്ചറെ തന്നെ മാറ്റുന്നു എന്നുള്ളതാണ്. ഇത് കുട്ടികൾക്ക് ചെറുപ്പത്തിലുണ്ടാകേണ്ട എക്സിക്യൂട്ടീവ് ഫങ്ഷൻ സ്കിൽസിനെ ഇല്ലാതെയാക്കും. ഇതെന്തെന്ന് വെച്ചാൽ നമ്മുടെ ജീവിതത്തിലെ എല്ലാ മേഖലകളിലും നമുക്ക് ആവശ്യമായ ഒരു സ്കില്ലാണിത്. ലൈക്ക് ഇമോഷണൽ കൺട്രോൾ, സോഷ്യൽ ഇൻട്രാക്ഷൻ വിത്ത് പീപ്പിൾ ആൻഡ് ഇൻറ്റർണൽ മോട്ടിവേഷൻ ടു അച്ചീവ് എ ഗോൾ. കൂടാതെ ജോബ് സക്സസ്, സെൽഫ് കോൺഫിഡൻസ്, ടേക്കിംഗ് കെയർ ഓഫ് ദംസെൽസ് എന്നിങ്ങനെ എല്ലാത്തിനും വേണ്ട ഒരു സ്കില്ലാണ് എക്സിക്യൂട്ടീവ് ഫങ്ഷൻ സ്കിൽസ്. ഒരു പഠനം പറയുന്നത് കുട്ടികൾ അമിതമായി ഫോൺ ഉപയോഗിച്ച് കഴിഞ്ഞാൽ 9 വയസ്സാകുമ്പോഴേക്കും അവർക്ക് ഈ എക്സിക്യൂട്ടീവ് ഫങ്ഷൻ സ്കിൽസ് ഇല്ലാതെയാകുന്നു. ഇനിയും തീർന്നില്ല, ഇത് കുട്ടികളുടെ വളർച്ചയെ സാരമായി ബാധിക്കുന്നു. കാശ്മീരിലെ ഒരു കുട്ടിയാണ് പ്രിയ. അവൾ 2 വയസ്സാകുമ്പോൾ ഉമ്മ ഉപ്പ എന്ന് പറയാൻ തുടങ്ങി. എന്നിട്ട് അവർ അവൾക്ക് ഫോൺ വാങ്ങിച്ചു കൊടുക്കുകയും അവൾ അതിൽ അഡിക്റ്റ് ആവുകയും അങ്ങനെ ആരോടും സംസാരിക്കാതെയാവുകയും 5 വയസ്സാകുമ്പോൾ അവൾക്ക് തീരെ സംസാരിക്കാൻ കഴിയാതെയാവുകയും ചെയ്തു. അങ്ങനെ അവർ 1 കൊല്ലമായി സ്പീച്ച് തെറാപ്പി ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പോഴും അവൾക്ക് നേരെ സംസാരിക്കാൻ സാധിക്കുന്നില്ല. അതുപോലെ തന്നെ മറ്റൊരു പഠനം പറയുന്നത് ഈ ഫോൺ ഉപയോഗിച്ച് വളർന്ന കുട്ടികൾക്ക് അവർ ആഗ്രഹിച്ചത് വേണ്ടത്ര വേഗം ലഭിച്ചില്ലെങ്കിൽ ഡിപ്രഷൻ, ആങ്സൈറ്റി പോലത്തെ അസുഖങ്ങളിലേക്ക് അവർ പെട്ടെന്ന് വഴുതി വീഴും എന്നുള്ളതാണ്. എന്താണ് ഇതിൻ്റെ സൊല്യൂഷൻ? ഏറ്റവും വലിയ സൊല്യൂഷൻ എന്നുള്ളത് നമ്മൾ അവരുടെ റോൾ മോഡൽസ് ആവുക എന്നുള്ളതാണ്. നമ്മൾ അവരുടെ മുന്നിൽ വെച്ച് ഫോൺ ഉപയോഗിക്കുകയാണെങ്കിൽ അവർ ഉപയോഗിക്കുമെന്നതിൽ സംശയമില്ല. കുട്ടികൾക്ക് 2 സൈഡിൽ നിന്നുള്ള ഇൻട്രാക്ഷൻ, ഡബിൾ സൈഡ് ഇൻട്രാക്ഷൻ അനിവാര്യമാണ്. അവർ ഫോൺ ഉപയോഗിക്കുന്ന സമയത്ത് ഒരു ഭാഗത്തിൽ നിന്ന് മാത്രമേ ഇൻട്രാക്ഷൻ ഉണ്ടാവുകയുള്ളൂ. ഇത് അവർക്ക് സ്പീച്ച് ഡിലേ ഉണ്ടാവാൻ കാരണമാകുന്നു. മറ്റൊരു സൊല്യൂഷനാണ് 7+7+7 സൊല്യൂഷൻ. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു ഒരിക്കൽ പറയുകയുണ്ടായി, ആദ്യത്തെ 7 വർഷം കുട്ടികളൊപ്പം കളിക്കുക, രണ്ടാമത്തെ 7 വർഷം അവർക്ക് വേണ്ട ഉപദേശ നിർദ്ദേശങ്ങൾ നൽകുക, അടുത്ത 7 വർഷം അവരുടെ നല്ല സുഹൃത്തായി മാറുക. ഇതിനേക്കാൾ മനോഹരമായ ഉപദേശം നമുക്കിവിടെയും കാണാൻ സാധിക്കില്ല. അതുപോലെ തന്നെ നിങ്ങളുടെ കുട്ടികൾ ഓൾറെഡി മൊബൈൽ ഫോൺ അഡിക്റ്റ് ആണെങ്കിൽ അവരുടെ കൂടെ ചേർന്നുകൊണ്ട് അത് അഡിക്ഷൻ മാറ്റാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. മറിച്ച് അവരോട് പരുഷമായി പെരുമാറാൻ പാടില്ല. മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയുണ്ടായി, ഇർഹമു മൻ ഫിൽ അർദി യർഹമുകും മൻ ഫിസ് സമാ. നിങ്ങൾ ഭൂമിയിലുള്ളവരോട് കരുണ കാണിച്ചാൽ ആകാശത്തിലുള്ളവർ നിങ്ങളോടും കരുണ കാണിക്കുന്നതാണ്. അതുപോലെ തന്നെ മറ്റൊരിക്കൽ പറയുകയുണ്ടായി, കമാ തദീനു തുദാനു. നിങ്ങൾ എങ്ങനെയാണോ അതേഴ്സിനെ ട്രീറ്റ് ചെയ്യുന്നത് അതുപോലെ തന്നെ നിങ്ങൾ ട്രീറ്റ് ചെയ്യുക. ഏറ്റവും പ്രധാനപ്പെട്ടത് എപ്പോഴും അള്ളാഹുവിനോട് ദുആ ചെയ്യുക എന്നുള്ളതാണ്. അദ്ദുആഉ സിലാഹുൽ മുഅ്മിൻ. അള്ളാഹു തആല നമ്മുടെ കുട്ടികളെ നല്ല രീതിയിൽ വളർത്താനും ഓൾറെഡി അഡിക്റ്റായ കുട്ടികളെ അതിൽ നിന്ന് മാറ്റാനും അള്ളാഹു തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.